കഥ സാധാരണഗതിയിൽ നമ്മൾ ഒരു പിടിവള്ളിയായിട്ടാണ് നോവലിലും ചെറുകഥയിലേക്ക് ഉപയോഗിക്കുന്നത്. ഈ കഥ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നോവലിൻ്റെ ഒരു ഏകാഗ്രതയെ വായനക്കാരൻ്റെ ഏകാഗ്രതയെ പിടിച്ചു കെട്ടാനാണ് കഥ ഉപയോഗിക്കുന്നത്. അതും ഒരു അരിസ്റ്റോട്ടലിയൻ സമ്പ്രദായങ്ങൾ ഉപയോഗിച്ചു ആദ്യ മധ്യാന്തങ്ങളുള്ള ഒരു കഥ ഉണ്ടാക്കുന്നു. അത് കണ്ട് ലോകത്തിന് തന്നെ ചെടിച്ചു കഴിഞ്ഞു. അതായത് ഹോളിവുഡ് സിനിമകൾ മുഴുവനും ഈ 3 ആക്ട് പ്ലേ സ്ട്രക്ചറാണ്. വീണ്ടും അതേ മട്ടിൽ നമ്മൾ സിനിമാറ്റിക് നോവലുകൾ എഴുതുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് പിന്നിലേക്ക് പോകുന്നതിന് തുല്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അത് പുതിയ ഓരോ വിഷയത്തിനും അത് അതിൻ്റേതായ ഒരു ഫോം കണ്ടെത്തണം. അതായത് ഒരു കഥ കേൾക്കാനല്ല നമ്മൾ നോവൽ വായിക്കുന്നത്, ഒരു ആശയം പറയാനല്ല നോവൽ വായിക്കുന്നത്. നോവലിന് മാത്രം തരാൻ കഴിയുന്ന ഒരു അനുഭവം നോവൽ തരുമ്പോഴാണ് അത് നോവലായിട്ട് മാറുന്നത്. അതല്ലെങ്കിൽ ഞാനൊരു സിനിമാറ്റിക് നോവൽ എഴുതുന്നു എന്ന് പറയുന്നുണ്ടെങ്കിൽ ഞാനൊരു പമ്പര വിഡ്ഢിയാണ് എന്നാണ് അർത്ഥം. അപ്പോൾ ഒരിക്കൽ എനിക്ക് ഒരു സിനിമ എഴുതിയ തിരക്കഥയിൽ നിന്ന് അതിൻ്റെ ഒരു കേന്ദ്ര അനുഭവം എടുത്തിട്ട് നോവലാക്കണമെന്ന് തോന്നിയത്. അങ്ങനെ നോവലാക്കണമെന്ന് തോന്നിയപ്പോൾ അത് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ഇതൊരിക്കലും ഒരു സിനിമ ആവരുത്, ഒരു സിനിമാനുഭവം അതിൽ നിന്ന് കിട്ടരുതെന്നുള്ളൊരു നിർബന്ധ ബുദ്ധി എനിക്കുണ്ടായിരുന്നു. അത് അവസാനം അത് സംഭവിച്ചോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഒരു നോവലിൽ നിന്ന് മാത്രം കിട്ടുന്ന, ഒരു നോവലായി മാത്രം മാറുന്ന ഒരു എഴുത്താണ് നമുക്ക് വേണ്ടത്. അതല്ലാതെ ഒരു സിനിമയായി മാറുന്നതോ അല്ലെങ്കിൽ പോയറ്റിക്കായിട്ട് മാറുന്നതോ മറ്റെന്തെങ്കിലും കലാരൂപമായിട്ട് മാറുന്നതോ അല്ലാതെ നോവൽ മാത്രമായിട്ടിരിക്കുന്ന ഒരു നോവൽ എഴുതാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ആ സ്ഥിതിക്ക് ഇത് വീണ്ടും ഈ സിനിമയുടെ ഒരു ചെറിയ വട്ടത്തിലേക്ക് പിടിച്ചു കെട്ടുന്നതിനോട് ഞാൻ വിയോജിക്കുകയാണ്. അതൊരു നല്ലൊരു രീതിയുമല്ല എന്നാണ് എൻ്റെ അഭിപ്രായം.